അമേരിക്കയെ ദുരിതത്തിലാഴ്ത്തിയ കാട്ടുതീയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോ മണിക്കൂറിലും പുറത്തുവരുന്നുണ്ട്. ഈ ദുരന്തത്തിൽ തങ്ങളുടെ ഭവനം നഷ്ടപ്പെട്ടെങ്കിലും ജീവൻ രക്ഷപ്പെട്ട കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു കുടുംബം അവിടം സന്ദർശിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച കണ്ട് സത്യത്തിൽ ഞെട്ടി. കത്തിനശിച്ച അവരുടെ ഭവനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കേടുപാടുമില്ലാത്ത പരിശുദ്ധ അമ്മയുടെ മനോഹരമായ തിരുസ്വരൂപമായിരുന്നു കാണാൻ സാധിച്ചത്. പീറ്ററും ജാക്കി ഹാൽപ്പിനും കാട്ടുതീ പ്രദേശത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വീട് വിട്ട് പലായനം ചെയ്തിരുന്നു. അവരുടെ ഒരുപാട് വർഷത്തെ അധ്വാനം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായപ്പോഴും അവർ ദൈവത്തെ പഴി പറയുകയല്ല ചെയ്തത്. തങ്ങളുടെ സ്ഥലത്ത് ആകെ അവശേഷിച്ച ആ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഗാനം പാടി ആരാധിക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതുമൂലം ഞങ്ങൾക്കുണ്ടായ വേദന ഞങ്ങൾ ക്രിസ്തുവിനും അവൻ്റെ മാതാവായ പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിച്ചു എന്നായിരുന്നു കുടുംബം പ്രതികരിച്ചത്. വിശ്വാസമാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറയെന്നും അതൊരിക്കലും ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്നും അവർ ഒന്നടങ്കം പറയുകയാണ്. വാസ്തവത്തിൽ ഒരു അവിശ്വാസിയെ പോലും ദൈവത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ് ഈ കുടുംബം പങ്കുവച്ചത്. വർഷങ്ങളുടെ അധ്വാനം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട അവസരത്തിലും അവിടെ ആകെ അവശേഷിച്ച തിരുസ്വരൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും അത് പരസ്യമായി പ്രഘോഷിക്കുന്നത് കേട്ടപ്പോൾ നിരവധി വിശ്വാസികൾക്ക് കണ്ണു നനയിക്കുന്ന അനുഭവമായി അത് മാറി. തെക്കൻ കാലിഫോർണിയയിലെ കാട്ടുതീ വ്യാപകമായ നാശനഷ്ടങ്ങൾക്കൊപ്പം നിരവധി ജീവനുകളും അപഹരിച്ചിട്ടുണ്ട്.